വയസ്സിലെ എനിക്ക് നല്ലൊരു വണ്ടി വായിച്ചോ. നല്ല മോഡലായിരിക്കണം. ആയിക്കോട്ടെ, നല്ലൊരു വണ്ടിൻ്റെ ഒരാളെത്ത്. നല്ലൊരു വണ്ടി. വില എന്താ പറയണമെന്ന് എനിക്കറിയില്ല. വാ പോയി വെക്കാം. വരി. ആണ് വണ്ടി. നോക്കി നോക്കി. ഇതോ? ആ ആ കൊള്ളാമല്ലോ. വയസ്സിലെ ആ വണ്ടിയൊക്കെ പറ്റി ഓണെ വിളിക്ക്. ഹലോട്ടോ. ആ വരി. വണ്ടി നോക്കാനേ വണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? വേറെ ഒരാള് വന്ന് നോക്കണ്ടായി. ആ അതെ, ഉപ്പരിക്ക് വേണ്ടിട്ടാണേ പിന്നെ നമ്മള് വണ്ടി പറഞ്ഞത്. വണ്ടി നോക്കിക്കോളി. ഞാൻ രാവിലെ ഒരു പാർട്ടി വന്നു. അതാണെന്ന് വിചാരിച്ചു. അതല്ലേ ഒരു മിനിറ്റ്. പിന്നെ നിങ്ങള് പറഞ്ഞ 80 ഞാനത് 90 പറയും. 10 റുപ്യ ഇല്ലേ? നമുക്ക് നമ്മള് പറഞ്ഞ കിട്ടിയാ എനിക്കിത് 10 റുപ്യ ആയിക്കോട്ടെ ചെയ്യാട്ടല്ലേ. അണ്ണാ വണ്ടിക്ക് പറ്റിയില്ലേ? വണ്ടിയൊക്കെ പറ്റി. ആ ഞാൻ വില ചോദിച്ചോളി. അത് ഞാൻ അയാളത്ത് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയൊക്കെ പറ്റി. ഇതിന്റെ വില എന്താന്നുള്ളത് അയാളത്ത് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ അയാൾ ചെയ്തോളൂ. ഞാൻ പറഞ്ഞ അയാളത്ത് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ 90 റുപ്യാണ് പറയണത്. 90 റുപ്യ നിങ്ങൾക്ക് മരം അടിച്ചപ്പൊളി വണ്ടി കിട്ടിയില്ലേ? ഓടിയില്ല. 90 റുപ്യ കൂടുതൽ ആൾ ഓടില്ല. ഞാൻ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ആർക്കും ഇല്ല. നമ്മളെ പയ്യൻ്റെ ബൊമ്പടെ ഞാൻ ഒരൊറ്റ കയ്യേ ഓടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കണ്ടമാനം ആൾക്കാർ കയറി ഓടിയൊന്നുമല്ല. 80,000 റുപ്യക്കാണെങ്കിൽ ഞാൻ എടുത്തു വണ്ടി. എന്താ ചെയ്യാളെ 80,000 ചോദിക്കണം. എൻ്റെ വില കിട്ടി അറിയാലോ. ഞാൻ പറഞ്ഞ വില കിട്ടി. അപ്പം എൻ്റെ കമ്മീഷൻ്റെ കാര്യം അത് ഇയാണ് കിട്ടി. പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ വില കിട്ടി. അങ്ങനെയല്ലല്ലോ കച്ചോളൂ. നമ്മൾ പറഞ്ഞ പൈസ നിങ്ങൾ പറഞ്ഞല്ലേ അത് തന്നോളി. വണ്ടി വേണമെങ്കിൽ ഇന്ന് കൊണ്ടുപോയിക്കോളും. അവൻ്റെ 10 റുപ്യ നിങ്ങൾ വേറെ കൊടുക്കണം. എന്താ പൈസയില്ലേ? 80 റുപ്യ വണ്ടിക്കുള്ളൂ. ഈ 90 റുപ്യ പറയുന്നു. 10 റുപ്യ എനിക്ക് കമ്മീഷനോ? എന്താ പൈസയില്ലേ? ആകെ നാറിച്ചേ.